ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ബോട്ടിലായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ ബോട്ടിലാണ്. ബോട്ടിൽ ഏത് ഷേപ്പാണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ ബോട്ടിലാട്ടിൻ്റെ ഭംഗി. ഇനി നമ്മൾ ടിഷ്യൂ കൊണ്ടും കാർഡ്ബോർഡിൻ്റെ ഒരു പീസ് കൊണ്ടും നമ്മൾ ഈ ബോട്ടിൽ കവർ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മളിത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ടിഷ്യൂ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫെവിഗോളും വെള്ളം കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബോട്ടിലോട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കളർ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ബ്ലാക്ക് കളറാണ് നമ്മളിതിന് കൊടുക്കുന്നത് കേട്ടോ. ബ്ലാക്ക് കളർ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. കുറച്ച് പൗഡറും കുറച്ച് ഗ്ലൂവും വെള്ളവും പെയിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സാധാരണ ബോട്ടിലിൽ പെയിൻറ്റ് കൊടുക്കാറ്. അതാകുമ്പോൾ തീരെ നമുക്ക് പെയിൻറ്റ് ഇളകി പോകുന്നില്ല. മറ്റേ ഗ്ലാസ് ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ കൊടുക്കാറ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ബോട്ടിലുള്ള റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ചെറുതായിട്ട് ലൈറ്റായിട്ടൊരു ബ്രൗൺ കളർ ഒന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പൗഡറും ഗ്ലൂവും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്ലേ ആണ്. ഈ ക്ലേ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ 2 പീസാണ് ഉണ്ടാവുക. ഇത് നമ്മൾ രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലാണ് ഡ്രൈ ആവുള്ളൂ. കുറച്ച് പൗഡർ അപ്ലൈ ചെയ്തിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ കൈമേലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഗ്രേപ്സ് ഉണ്ടാക്കണം. ഫസ്റ്റ് നമ്മൾ ലീഫ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക ഒരു കാർഡ്ബോർഡിൽ. എന്നിട്ട് അത് വെട്ടിയെടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ലീഫ് ഉണ്ടാക്കുന്നത്. ക്ലേ നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ട് അതിൽ ഈ നമ്മൾ കാർഡ്ബോർഡായിട്ട് ഉണ്ടാക്കി വെച്ച ഈ ലീഫ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. 3 ലീഫാണ് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇതിന് ലീഫിൻ്റെ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ആവുന്നതിന് മുന്നേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് മുന്തിരിയുടെ വള്ളി നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കനമില്ലാതെ നമ്മൾ ക്ലേ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ബോട്ടിലിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒരു റൗണ്ട് ഷേപ്പിൽ ക്ലേ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വള്ളി ഉണ്ടാക്കിയിട്ട് ബോട്ടിൽ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇതിന് മേലെയാണ് നമ്മളിനി ലീഫും നമ്മൾ ഗ്രേപ്സും ഒക്കെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ ബോട്ടിലിൻ്റെ മേലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഇനി നമുക്കിതിനൊന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വള്ളികളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലീഫ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. 2 ലീഫ് ഒപ്പം വെക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ഗ്രേപ്സ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കിനി ഗ്രേപ്സും ലീഫും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് വരാം. ഗ്രേപ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഗ്രേപ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബോട്ടിലുള്ള റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിന് കളർ ചെയ്ത് കൊടുക്കുകയാണ്. ലീവ്സിന് നമ്മൾ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. നമ്മുടെ ഗ്രേപ്സിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബ്ലൂവും റെഡും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പം നല്ലൊരു കളർ നമുക്ക് കിട്ടുന്നതാണ്. അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഗ്രേപ്സ് ബോട്ടിലായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഗ്രേപ്സ് ഉണ്ടാക്കിയതിൻ്റെ 2 ലെയർ ആക്കിയിട്ടാണ് കുഞ്ഞു കുഞ്ഞു ബോൾസ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് നമ്മൾ വീഡിയോ എടുത്തത് മിസ്സായിപ്പോയി. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ഗോൾഡൻ കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടിലിന് കുറച്ചും കൂടി ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്ന് കളർ ചെയ്ത് കൊടുത്തിട്ട് വരാം. നമ്മുടെ അടിപൊളി ബോട്ടിൽ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.